ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ ഇന്നലെ OTT റിലീസായിട്ട് സോണി ലൈവിൽ വന്നിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യയാണ്. ഈ സിനിമ റിലീസായിട്ട് ഏകദേശം 2 മാസത്തോളം ആയി എന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിജോ ആണ്. ജനഗണമന എന്നുള്ള സിനിമയുടെ സൂപ്പർ ഹിറ്റിന് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നതും ജനഗണമനയുടെ റൈറ്ററായിട്ടുള്ള ഷാരിസ് മുഹമ്മദാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസൺ സ്റ്റീഫനുമാണ്. അപ്പോൾ ഒരു വലിയൊരു ടീം, ആ ഒരു വലിയൊരു ടീമിന്റെ ഒരു പടമാണ് നിവിൻ പോളിയുടെ ഒരു വലിയൊരു ബിഗ് ക്യാൻവേഴ്സ് സിനിമയായിട്ടാണ് ഈ സിനിമ വന്നത്. അത് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 120 ദിവസം അങ്ങനെ എന്തൊക്കെയോ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഇത്രയും അധികം വൈഡായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഇത്രയും ദിവസം എടുത്തതും ഒക്കെയാണ്. എന്നിട്ട് ഈ സിനിമയുടെ അവസ്ഥ ബോക്സ് ഓഫീസിൽ എന്തായി? ധൂം തരികിട അതായി എന്ന് പറയേണ്ടി വരും. അതായത് നമ്മൾ വിചാരിച്ചു വലിയ രീതിയിൽ ഹിറ്റാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സൂപ്പർ ഹിറ്റെങ്കിലും ആവുമെന്ന് വിചാരിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇരുന്നു പോയി എന്ന് പറയേണ്ടി വരും. അമ്മാതിരി നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കേൾക്കാൻ ഇടയായത്. എനിക്കറിയില്ല, തിയേറ്ററിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു അഭിപ്രായമായിരിക്കും, OTTയിൽ ഒരു സിനിമ കാണുമ്പോൾ വേറൊരു അഭിപ്രായമായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ ഇരുന്ന് കാണുന്ന സിനിമ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഒട്ടും കൊള്ളില്ലായിരിക്കും, തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സിനിമയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നാമത് ഡിജോയുടെ ഫസ്റ്റ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത് വെൽ മെയ്ഡ് മൂവിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയും വെൽ മെയ്ഡ് ആണെന്ന് പറയേണ്ടി വരും. മലയാളത്തിന്റെ കേപ്പബിലിറ്റീസും കപ്പാസിറ്റിയും ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. എടുത്തു പറയേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിനിമറ്റോഗ്രാഫിയൊക്കെ വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിലെ രംഗങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് പോയത്. ഈ സിനിമ സത്യം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സെറ്റയറിന്റെ ഒരു ജോണർ പിടിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ എല്ലാവർക്കും ഒരു കാരിക്കേച്ചർ മനോഭാവമാണുള്ളത്. അതിപ്പോൾ നിവിൻ ആയിക്കോട്ടെ, ധ്യാൻ ആയിക്കോട്ടെ, മഞ്ജു പിള്ള ആയിക്കോട്ടെ, നന്ദു ആയിക്കോട്ടെ, ഈ സിനിമയുടെ 2ാം ഇന്റർവെലിന് ശേഷം വരുന്ന അറബി ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു എക്സാജുറേറ്റഡ് വേർഷൻ, ഒരു കാരിക്കേച്ചർ ഫോമിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സമകാലീനമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഈ സിനിമയിൽ പരാമർശിച്ചു പോയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ആണ്. പല പല കാര്യങ്ങൾ, അത് റൈറ്റോ ലെഫ്റ്റോ ആരോ ആയിക്കോട്ടെ, അവരുടെയൊക്കെ പല പല കാര്യങ്ങളും, പിന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളിലെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊരു കാരിക്കേച്ചർ മനോഭാവത്തിലും രൂപത്തിലൊക്കെയാണ് കൂടുതലും ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരു ഹോളോ ആയിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയേ അല്ല ഈ സിനിമ. സിനിമ ഒരു ആവറേജിന് മുകളിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൽ അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാരെ രസിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയൊന്നും ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ സെറ്റയറാണ്. അത് വളരെ കോമിക്കലായിട്ടും ചെയ്യുക. നമുക്കറിയാം ഏറ്റവും വലിയ അതിനുള്ള മലയാളത്തിലുള്ള ക്ലാസിക്കൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പഞ്ചവടി പാലമാണ്. അത് ദ ഗ്രേറ്റ് ലെജൻഡ് KG ജോർജ് ഡയറക്ട് ചെയ്ത സിനിമ. അതുപോലെയൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ വെറുതെ വേസ്റ്റ് ആയിട്ടൊന്നും എടുത്ത് കളയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിലുള്ള സിനിമ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ മെയിൻലി നിവിൻ്റെ പേരായിട്ടാണോ എന്നൊക്കെ ഞാനത് സംശയിച്ചിട്ടുണ്ടായിരുന്നു, അനശ്വര. പക്ഷെ അങ്ങനെയല്ല, നിവിൻ പിന്നീട് നടക്കുന്ന ഒരു പെണ്ണായിട്ടാണ് ഉള്ളത്. അനശ്വരയ്ക്ക് പ്രത്യേകിച്ച് ഈ സിനിമയിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ ആദ്യ പകുതിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് കൂടുതലും 2ാം ഹാഫിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 2 കഥാപാത്രങ്ങളും 3-4 കഥാപാത്രങ്ങളെ മെയിനായിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി സ്പേസ് എടുക്കുന്ന ഈ 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നിയത്. ധ്യാനിൻ്റെയും നിവിൻ്റെയും കോമ്പിനേഷനൊക്കെ, ധ്യാനൊന്നും ഭയങ്കര അഭിനയമായിട്ടൊന്നും അല്ല ഇപ്പോൾ, എന്നാലും ഒരു 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 വൈബ് ഉണ്ടായിരുന്നു. നിവിനാണ് അതിൽ കൂടുതലൊരു വൈബ് തരുന്നതെന്ന് പറയണം. പിന്നെ ഈ ഒരു ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് ഒരു ശരിയായ ഒരു യൂസ്ലെസ് വിഡ്ഢിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗുണവുമില്ല, വീട്ടിൽ നോക്കുന്ന ആൾക്കാർക്കും ഗുണമില്ല, നാട്ടിലും ഗുണമില്ല, ഒന്നുമില്ല. വെറുതെ എന്തെങ്കിലും തറുതല പറഞ്ഞ് വേസ്റ്റ് ചെയ്ത് സമയം കളയുന്ന ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളൊരു പ്രശ്നത്തിൽ ചെന്ന് പറ്റുകയും അതിനെ സംബന്ധിച്ചിട്ട് പിന്നെ ഗൾഫിലേക്ക് പോവുകയും, ഗൾഫിലേക്കുള്ള രംഗങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതത്തിൻ്റെ ഒരു വേറൊരു ഫോമായിട്ടായിട്ട് തോന്നി. കാരണം അതേപോലെയുള്ള സെറ്റൊക്കെ, അവിടെ ഒരു വണ്ടിയും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അത് കോയിൻസിഡൻസ് ആയിട്ട് നടന്നതായിരിക്കാനാണ് സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് നടന്നൊരു സംഭവം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ
ഓർഗാനിക് ആയിട്ടല്ല ഈ സംഭവങ്ങൾ പലതും നടന്നിരിക്കുക. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങൾ പൊളിറ്റിക്സ് സംസാരിക്കും, അത് എന്നിട്ട് ഇങ്ങനെ ഓരോരോ ഡയലോഗ്സ് ആയിട്ട് ഇങ്ങനെ വരിക. അതായത് ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നിവിൻ മറ്റേ ആ പാകിസ്ഥാനിൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു സീനിലോട്ടേക്കൊക്കെ ഉള്ളൊരു അതിന് മുമ്പുള്ള പല പ്രിപ്പറേറ്റിംഗ് സീൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ അതൊന്നും ഒട്ടും ഓർഗാനിക് അല്ല. ഇവിടെ ഇത് നടക്കണം, അടുത്ത കാര്യം ഈ ഡയലോഗ് പറയണം, അതിൻ്റെ അടുത്ത കാര്യം ഈ ഡയലോഗ് പറയണം, അങ്ങനെ ഒരു ഫോമിലായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ഷൈൻ ടോമിൻ്റെ സംഭവം. ഷൈൻ ടോമിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ പല സിനിമയുടെയും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് കാണിച്ചത്. ഉള്ളിൽ വിളിച്ചു വരുത്തി മുഖത്തടിക്കുന്ന കാര്യമൊക്കെ നമുക്ക് ഫേമസ് ആയിട്ട് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ. തലയണ മന്ത്രോ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ആ സിനിമയാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയതാണ്. ഷൈൻ്റെ ആക്ടിങ്ങും വളരെ ബോറായിരുന്നു. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻസ് ഒക്കെ വളരെ ബോറായിരുന്നു. കടിച്ചു പിടിച്ച് ഡയലോഗ്സ് ഒക്കെ പറയാൻ വ്യക്തതയോടുകൂടി പറയാൻ നല്ല ബുദ്ധിമുട്ടുള്ള പോലൊരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം. വളരെ വൃത്തികെട്ട സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജിനും മുകളിൽ ചെറുതായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ വെയിറ്റേജ് നോക്കുമ്പോൾ പിന്നെ ആ സിനിമയുടെ സംഭവം എന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടല്ല അതിൽ പറയേണ്ട പല കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്തായാലും സിനിമയ്ക്ക് ഉടനീളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ഡൗൺ ബിലോ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ബൈ ബൈ.